ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്ന ഒരു സംഭവമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ഒരുപാട് ഇന്റർനാഷണൽ അംഗീകാരങ്ങൾ കിട്ടിയ ഒരു ഇന്ത്യൻ സിനിമയിലെ ഒരു നഗ്നരംഗത്തെക്കുറിച്ചുള്ളത്. അതിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മലയാളി നടിയായ ദിവ്യപ്രഭയുടെ ആ സിനിമയിലെ നഗ്നരംഗത്തെക്കുറിച്ചാണ് ചർച്ച. സിനിമ OTT പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ലെങ്കിലും ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ആ സീന് ആരോ ടെലിഗ്രാമിലോ മറ്റോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറെ മലയാളി പുരുഷന്മാർ ലിങ്ക് ഉണ്ടോ, ലിങ്ക് എന്റെ അടുത്തുണ്ട് വേണോ, സംഭവം പൊളിയാണ്, കിടുക്കാച്ചി സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നത് പലർക്കും പ്രശ്നം പിടിച്ച ഒരു സംഭവമായി തോന്നി അതിനെ വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പല പുരുഷന്മാരും സിനിമയിലെ ഇതുപോലുള്ള സീനുകളെ ഈ ഒരു രീതിയിൽ സമീപിക്കുന്നത്? അങ്ങനെ സമീപിക്കുന്നത് തെറ്റാണോ? എന്തുകൊണ്ട് മറ്റു ചിലർക്ക് അത് വലിയൊരു പ്രശ്നമായി തോന്നുന്നു? നമുക്ക് നോക്കാം. എനിക്ക് 3 പോയിന്റ്സ് ആണ് പറയാനുള്ളത്. അതിൽ ആദ്യത്തേത്, സിനിമ എന്നതൊരു ആർട്ട് ഫോമാണ്. ആർട്ട് നമുക്ക് ജീവിതത്തെ മനസ്സിലാക്കി തരുന്ന ഒന്നുകൂടിയാണ്. ജീവിതത്തിൽ നഗ്നതയുണ്ട്, ഇന്റിമേറ്റ് മൂമെന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ സിനിമയിൽ വരുന്നത് സ്വാഭാവികമാണ്. നഗ്നതയും ഇന്റിമേറ്റ് സീൻസും ഒക്കെ ഒരു സിനിമയ്ക്ക് ആവശ്യമാണെങ്കിൽ അത് ആ സിനിമയെ എൻറിച്ച് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയി കാണാൻ കഴിയണമെന്ന് ചിന്തിക്കുന്നവരാണ് ഒരു വിഭാഗം. ഉദാഹരണത്തിന്, ഒരുപാട് മികച്ച സിനിമകളിലെ നഗ്ന സീനുകൾ അല്ലെങ്കിൽ ഇന്റിമേറ്റ് സീനുകൾ മാറ്റിവെച്ചാൽ ആ സിനിമകൾക്ക് ഒരു പൂർണ്ണതയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓസ്കാർ നേടിയ പാരസൈറ്റ് എന്ന കൊറിയൻ സിനിമയിൽ ഒരു സീനുണ്ട്. അതിലെ അച്ഛൻ സ്വന്തം മക്കളായി ഒളിച്ചിരിക്കുന്ന സമയത്ത് മുതലാളിയും ഭാര്യയും ആ റൂമിലെ സോഫയിൽ കിടന്ന് ഇന്റിമേറ്റ് ആകുന്ന ഒരു രംഗമുണ്ട്. അത്രയും ഓക്വേർഡ് ആൻഡ് എംബാരസിംഗ് ആയിട്ടുള്ള ആ ഇൻസിഡന്റ് ആ അച്ഛന്റെ നിസ്സഹായാവസ്ഥയെ സ്പോട്ട് ഓൺ ആയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകളിലെ ഒരുപാട് സീനുകളുണ്ട്. ഈ ഒരു വിഭാഗം ഓഡിയൻസ് സിനിമയിലെ നഗ്ന സീൻസ് ആൻഡ് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ആ കോണ്ടെക്സ്റ്റിൽ കണ്ട് ആർട്ട് എന്ന രീതിയിൽ സിനിമയെ പൂർണ്ണമാക്കുന്ന സംഭവമായി കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നവരാണ്. സിനിമാക്കാർ ഇത്തരം രംഗങ്ങളെ വെറും എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ഈ കാറ്റഗറിയിലുള്ള ആളുകൾ തന്നെ അതിനെയൊക്കെ വിമർശിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാറ്റഗറി, ഇതൊക്കെ കാണുമ്പോഴേക്ക് ചുമ്മാ സദാചാരഗുരു പൊട്ടുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നത് ഫാമിലിയായി ഇരുന്ന് ആസ്വദിക്കേണ്ട ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. അവർ സിനിമയെ ആർട്ടായൊന്നും കാണുന്നില്ല. അപ്പൊ സിനിമയിൽ ഇത്തരം രംഗങ്ങളൊക്കെ കാണുമ്പോൾ അവർ അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്നും അറിയാതെ അയ്യേ അവൾക്ക് നാണമില്ലേ, ഉളുപ്പില്ലേ, ഇപ്പോഴത്തെ തലമുറയൊക്കെ നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞതുള്ളൂ. ഈ സെക്കൻഡ് കാറ്റഗറി ആർട്ടിസ്റ്റുകളുടെ ലിബർട്ടിയെ ചോദ്യം ചെയ്യുന്ന, അത് റെസ്ട്രിക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഈ ഒരു സമീപനത്തെ തീർച്ചയായും വിമർശിക്കേണ്ടതുണ്ട്. പക്ഷേ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിലെ ദിവ്യപ്രഭയുടെ നഗ്ന സീനുമായി ബന്ധപ്പെട്ടത് മെയിനായി ഈ 2 കാറ്റഗറിയിലും പെട്ടതല്ല. അതൊരു സെപ്പറേറ്റ് കാറ്റഗറി തന്നെയാണ്. ഒരു സിനിമ വരുന്നു, അതിലൊരു നഗ്ന സീനുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് സീനുണ്ട്. ആ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ അത് അത്യാവശ്യമാണ്, അത് സിനിമയെ പൂർണ്ണമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചാണ് അതിന്റെ മേക്കേഴ്സ് അത് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ആ ഒരു സീൻ മാത്രം കണ്ട് അതിനൊരു നീലച്ചിത്ര മെറ്റീരിയൽ എന്ന രീതിയിൽ മാത്രം കണ്ട് ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു. അവർക്ക് ആ സിനിമയിലെ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം പോലുമില്ല. മലയാളിയായ ഒരു നടിയുടെ നഗ്ന സീൻ കാണാൻ പറ്റി അവർ അതിൽ വളരെ ഹാപ്പിയാണ്. അത് കണ്ട് ആസ്വദിച്ചിട്ട് അവർ ആ നടിയെ തെറിവിളിക്കാനോ സദാചാരഗുരു പൊട്ടിക്കാനോ നിൽക്കുന്നില്ല. സത്യത്തിൽ ഇതൊരു ലൈംഗിക ദാരിദ്ര്യത്തിന്റെ പ്രശ്നമായി പോലും എനിക്ക് തോന്നിയില്ല. മലയാളിയായ ഒരു നടിയുടെ നഗ്ന സീൻ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അത് കാണുന്നു, ആസ്വദിക്കുന്നു. ഇക്കോട്ടെ വിമർശിക്കേണ്ടതുണ്ടോ? ആ ആർട്ടിസ്റ്റിനും ആ സിനിമയുടെ മേക്കേഴ്സിനും തീർച്ചയായും ഇത് ഇത്തിരി വിഷമിപ്പിക്കുന്ന സംഭവമായിരിക്കും. കാരണം ഒരു ആർട്ട് എന്ന രീതിയിൽ ആ സിനിമയെയും അതിലെ സീനുകളെയും വ്യൂവേഴ്സ് കാണുന്നതായിരിക്കും അവർക്കിഷ്ടം. അപ്പൊ സ്വാഭാവികമായും കുറെ ആളുകൾ ആ രംഗത്തെ ഒരു നിലവാരം കുറഞ്ഞ നീലച്ചിത്രം ലെവലിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് അത്ര രസിക്കുന്ന ഒരു സംഭവമായിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും ആ രംഗങ്ങൾ അങ്ങനെ കണ്ട് ആസ്വദിക്കുന്നവർ ചെയ്യുന്നത് ഒരു തെറ്റായി എനിക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ ഞാൻ ChatGPTയോട് ചുമ്മാ ചോദിച്ച ഒരു ചോദ്യം, ഇത്രയൊക്കെ നീലച്ചിത്രങ്ങൾ കണ്ടിട്ടും എന്തുകൊണ്ട് പുരുഷന്മാർക്ക് സ്ത്രീ ശരീരത്തോടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി മാറാത്തത് എന്നതാണ്. ChatGPT വിശദമായി തന്നെ ഒരു ഉത്തരവും തന്നു. അതിന് പുറകിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇവല്യൂഷണറി സൈക്കോളജിയും ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റവും അടങ്ങുന്ന ബയോളജിക്കൽ ഡ്രൈവ്സ് എന്ന ഫാക്ടർ ഉണ്ട്. ശരീരം എന്നതിനപ്പുറത്തുള്ള ക്യൂരിയോസിറ്റിയും കോഗ്നിറ്റീവ് ഡിസനൻസും സ്ത്രീ ശരീരത്തെ ടബു ആക്കിയത് കൊണ്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. മീഡിയ സൃഷ്ടിക്കുന്ന സ്ത്രീകളുടെ അൺറിയലിസ്റ്റിക് ബ്യൂട്ടിയും വിദ്യാഭ്യാസത്തിലെ പോരായ്മകളും സ്ത്രീ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കൾച്ചറൽ ഒബ്സഷനും അടങ്ങിയ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഡീപ്പായിട്ടുള്ള ഇന്റിമേറ്റ് കണക്ഷന് വേണ്ടിയുള്ള പുരുഷന്റെ ആഗ്രഹം അടങ്ങിയ ഹ്യൂമൻ നേച്ചർ എന്ന ഫാക്ടർ അടക്കം അതിൽ വരും. അപ്പൊ ഇത്രയുമൊക്കെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സിനിമയിൽ ഒരു നടിയുടെ നഗ്ന സീൻ ഉണ്ട് എന്നറിയുമ്പോൾ അത് ആ ഒരൊറ്റ രീതിയിൽ മാത്രം കുറെ പേർ കണ്ട് ആസ്വദിക്കുന്നത് സ്വാഭാവികമാണ്. എന്നിട്ട് അവർ വലിയൊരു ഗ്രൂപ്പായി പബ്ലിക്കായി അത് ആഘോഷിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ആർട്ടിസ്റ്റിനും മേക്കേഴ്സിനും വിഷമം തോന്നാം. പക്ഷെ എന്റെ അഭിപ്രായം അവർ അത് അത്ര വലിയ കാര്യമാക്കരുത് എന്നാണ്. കാരണം ആ സീന് ആ രീതിയിൽ ആസ്വദിച്ചതിന് ശേഷമെങ്കിലും അതിന് ആ സിനിമയിലെ പ്രസക്തി അറിയാൻ താല്പര്യമില്ലാത്തത്, അതിനെ ആ ഒരു രീതിയിൽ മാത്രം കണ്ട് ആഘോഷിക്കുന്നതൊക്കെ അവരുടെ ഒരു നിലവാരത്തിന്റെ പ്രശ്നമായി കണ്ടാൽ മതി. അത് ആ സിനിമയുടെയോ ആർട്ടിസ്റ്റിന്റെയോ നിലവാരത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. കാരണം ഇവൻച്വലി ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വ്യൂവേഴ്സിന്റെ പ്രോപ്പർട്ടി കൂടിയാണ്. വ്യൂവേഴ്സിനിടയിൽ അതിനെ ആർട്ടായി കാണുന്നവരുണ്ടാകും, അതിനെ വെറും എന്റർടൈൻമെന്റ് ആയി മാത്രം കാണുന്നവരുണ്ടാകും, ഇപ്പോഴത്തെ മറ്റൊരു ട്രെൻഡ് വെച്ച് കോടി കളക്ഷൻ വെച്ച് മാത്രം കാണുന്നവരുണ്ടാകും. അവരൊന്നും ആർട്ടിസ്റ്റുകൾ ഇതൊന്നും ചെയ്യരുത് എന്ന് വാശി പിടിക്കാത്തിടത്തോളം ഇതൊക്കെ അതിന്റെ വഴിക്കങ്ങ് നടക്കട്ടെ എന്നും കരുതണം. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.